അയ്യോ, ആ, അവൻ, അയ്യോ, എന്നതാ ഞാനിപ്പോ മരിക്കും. അയ്യോ, എന്നതാ എന്താ സെലീന? അമ്മച്ചി, അമ്മച്ചി അയ്യോ, ഒന്ന് വന്നേ. അയ്യോ, അയ്യോ, സെലീന, വയറുവേദനയാണോ? അതെ, ആ, സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ, നമ്മുടെ കുഞ്ഞ്. അയ്യോ, അയ്യോ, അങ്ങനൊന്നും പറയരുത് സെലീന. ഒന്നും വരികയില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്നതാ? അമ്മച്ചി, അമ്മച്ചി, വല്ലാതെ വയറുവേദനിക്കാ സെലീനയ്ക്ക്. അയ്യോ അമ്മച്ചി, ഈ കുഞ്ഞ് പോകുന്ന തോന്നേ. എവിടാ മോളെ അയ്യോ, വേദന? അടിവയറ്റിലാണോ? അല്ല, ഇവിടെ. അമ്മച്ചി, കുഞ്ഞിന് കുഴപ്പം വല്ലതും പറ്റുമോ? വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അമ്മച്ചി, അതാ നല്ലത്. നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ ഇപ്പൊ വരാം. ഇത്തിരി ജീരക കാപ്പിയും വായുകുളിയും അകത്തി എന്നാ പിടിച്ചു കെട്ടിയ പോലെ വേദന അങ്ങ് നിൽക്കും. അല്ല അമ്മച്ചി, ഇത് വേറെ ഏതാണ്ടാ. എനിക്കിപ്പം അയ്യോ. സെലീന, അല്ലേ, ഒരു ചെറിയ വേദന വരുമ്പോഴേക്കും ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെ? നീ ആ വെള്ളം ഇത്തിരി കുടിപ്പിച്ചേ, അപ്പോഴേക്ക് ഞാനിങ്ങ് വരാം. അയ്യോ, അയ്യോ, കുടിക്ക്. ഒത്തിരി കാലം ആശിച്ചു കിട്ടിയതാ. പോവോ ബോബ? ഇല്ല, അമ്മച്ചി പറഞ്ഞ പോലെ ഇത് വേറെ വല്ല ആയിരിക്കും സെലീന. നമ്മുടെ കുഞ്ഞിനെ കർത്താവ് തിരിച്ചെടുക്കത്തില്ല. എങ്ങനെയെങ്കിലും കാർ വരെ ഒന്ന് നടക്കാവോ? അല്ലെങ്കിൽ എടുക്കാൻ ഞാൻ. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. ഇപ്പൊ വേദന കുറഞ്ഞു. അമ്മച്ചി വരട്ടെ, എന്നിട്ട് മതി. ദാ, ഇതങ്ങോട്ട് കഴിച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. അതെ, ഈ നിൽക്കുന്ന ചെറുക്കനെ ഞാൻ പെറ്റിട്ടതേ ആശുപത്രി കിടക്കലല്ല. ഒരു പറ നെല്ല് പുഴുങ്ങി കുത്തിയേച്ച് അറപ്പുര കയറി ഒറ്റ പേരല്ലായിരുന്നോ? പേരെടുക്കാൻ വയറ്റാട്ടി വിളിക്കാൻ എന്റെ അപ്പൻ ഓടി. വയറ്റാട്ടി വന്നപ്പോ നിന്റെ അപ്പന്റെ കൈ കിടന്ന് നീ കൈകാലിട്ടടിക്കായിരുന്നു. എടാ, ഞാൻ അറപ്പുര കിടന്ന് കരഞ്ഞപ്പോ ഓടി വന്ന് എന്റെ കൈ പിടിച്ചതും എന്റെ പേരെടുത്തതും ഇപ്പൊ ഭ്രാന്തനായി നടക്കുന്ന നിന്റെ അപ്പന. സ്വന്തം അപ്പന്റെ കയ്യിലേക്ക് പെറ്റുവീഴാൻ ഭാഗ്യമുണ്ടായ കുഞ്ഞാ നീ. പക്ഷേ ആ അപ്പനെ നിങ്ങൾക്ക് ആർക്കും ഇപ്പൊ വേണ്ട. അലഞ്ഞു തിരിഞ്ഞെവിടെയോ എങ്ങനെയോ. എന്താ നിന്റെ തീരുമാനം? ഓ, എന്റെ തീരുമാനത്തിനൊക്കെ ഇവിടെ എന്താ വില? വേറെ ഓരോരുത്തർ തീരുമാനിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു. വേണ്ട, നിന്റെ അർത്ഥം വെച്ചുള്ള പരിഹാസം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. മൃദുലമോളുടെ നിർബന്ധം കാരണം അച്ഛനും പാർവതിയും കൂടി കല്യാണ തീയതി ഉറപ്പിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ സ്വത്തിനും പണത്തിനും വേണ്ടി ആ പാവം പെൺകുട്ടിയെ കഷ്ടപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കത്തില്ല. ജന്മം തന്ന ഞാൻ തന്നെ നിന്റെ ജീവൻ എടുക്കേണ്ട അവസ്ഥ വരരുത്. ഛേ, ഡാഡി എന്താ ഒരുമാതിരി വർത്താനം പറയുന്നത്? ചില നേരത്തെ എൻ്റെ നാക്കില് ഗുളിയം കയറിയിരിക്കും. പിന്നെ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് വെട്ടും കുത്തും തുടങ്ങും. അതിന് ഞാൻ എങ്ങനെ ഡാഡി തെറ്റുകാരനാവുന്നേ? എന്താ നീ പറഞ്ഞു വരുന്നത്? എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് കരുതി ഡാഡി എന്നെ ഇങ്ങനെ ശത്രുവായി കാണുന്ന എന്തിനാ? മീതുവിനോട് ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. തെറ്റല്ലാന്ന് ഞാൻ മുമ്പ് പാർവതി ആൻറ്റിയോട് പറഞ്ഞത് നാക്കിൽ ഗുളിയം കയറിയിരുന്ന നേരത്തായിരിക്കും. അല്ലാതെ സ്വമനസാലെ ഞാൻ അങ്ങനെ പറയില്ല ഡാഡി. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാ. പിന്നൊന്നുള്ളത്, ജീവിതം കൊണ്ട് പ്രായച്ചിത്തം ചെയ്യാന്നുള്ളതാ. കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോൾ മീതുവിനോട് പ്രായച്ചിത്തം ചെയ്യാൻ എനിക്ക് കഴിയുമായിരിക്കും. മനസ്സിൽ തട്ടിയാണോ നീ പറയുന്നത്? ഓ, അതൊന്നും എനിക്കറിയില്ല ഡാഡി. മനസ്സിൽ തോന്നുന്നത് അതേപോലെ അങ്ങ് പറയുന്നു. അത് പിന്നെ പണ്ടേ ഞാൻ അങ്ങനെ തന്നെയല്ലേ, തോന്നുന്നത് തോന്നും മട്ടിലങ്ങ് പറയും. അതുകൊണ്ടെന്താ, ഞാൻ ധിക്കാരിയായി. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ മൃദുലയുടെ കാര്യത്തിൽ ചെറിയൊരു വിഷമം. ഞാൻ കാരണം അവൾ ഒരുപാട് കരഞ്ഞല്ലോ എന്നുള്ള വിഷമം.
ആലോചിച്ച് ജീവിച്ചില്ല ജോയിച്ചേട്ടാ. മാലാഖയെ പോലൊരു മോളുണ്ടായിട്ട് ദൈവം അതിനെ തിരിച്ചെടുത്തു. ഒക്കെ തിരിച്ചെടുക്കാന്നല്ലാതെ ദൈവം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ആ ഉണ്ട്, ദുരിതങ്ങളും സങ്കടങ്ങളും. ഇനി എന്തിനാ ജോയിച്ചേട്ടാ ജീവിതം? ഇനിയൊന്നും നേടാനോ സന്തോഷം അനുഭവിക്കാനോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്ക് നമുക്ക് മരിച്ചാലോ ജോയിച്ചേട്ടാ? നീ പറഞ്ഞതൊക്കെ ശരിയാ. ഇനി ഒന്നും നേടാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഈ ജീവൻ ദൈവം തന്നതല്ലേ, അതുകൂടി ദൈവമായിട്ട് തന്നെ തിരിച്ചെടുക്കണം. അല്ലാണ്ട് ദൈവം തന്നതിനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് അവകാശമില്ല പങ്കി. പിന്നെ നമ്മൾ എന്തോ ചെയ്യും? ഇത്രയും നേരം ഞാൻ ആലോചിക്കായിരുന്നു, നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമുക്കൊരു ഗുണമില്ല. എന്നാൽ നമ്മൾ മനസ്സ് വെച്ചാൽ മറ്റുള്ളവർക്ക് ഗുണമാകത്തില്ലയോ? എങ്ങനാ? നമ്മൾ അന്യർക്ക് വേണ്ടി ജീവിച്ചാൽ അവർക്ക് സന്തോഷമാകത്തില്ലയോ? പാവങ്ങളെയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന രോഗികളെയൊക്കെ സഹായിക്കാൻ പറ്റത്തില്ലയോ നമുക്ക്? അതിനെവിടുന്നാ പണം? പണം കൊണ്ടല്ല, നമ്മുടെ ഈ തടി കൊണ്ട് സഹായിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എണീറ്റ് നടക്കാൻ വയ്യാത്ത ഒരാളെ എല്ലാ കാര്യത്തിലും നമ്മുടെ ശരീരം കൊണ്ട് സഹായിക്കാൻ പറ്റിയാൽ അയാളുടെ മുഖത്ത് വിരിയുന്ന നന്ദിയും സന്തോഷവും കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയത്തില്ലയോ പങ്കി? നീ ഇപ്പം പറഞ്ഞില്ലയോ ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം കിട്ടിയിട്ടില്ല എന്ന്? മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് സന്തോഷം കിട്ടത്തില്ലയോ പങ്കി? ഇതെന്താ ഇതിനു മുമ്പ് നമുക്ക് തോന്നാഞ്ഞേ? ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ കാര്യം മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ചാവാൻ തീരുമാനം എടുത്തപ്പോൾ മറ്റുള്ളവരെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. നമുക്ക് പാവങ്ങളെ സഹായിച്ച് ജീവിക്കാൻ ജോയിച്ചേട്ടാ. അതാലോചിക്കുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷം തോന്നുക. എനിക്ക് തോന്നുന്നേ അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ചിന്നുവിന്റെ എവിടെയാണെന്നാ. നമുക്ക് പാവപ്പെട്ട ആദിവാസികളെ സഹായിക്കാൻ ജോയിച്ചേട്ടാ. നമുക്ക് കാര്യങ്ങളൊക്കെ ചിന്നുവിനോട് പറയാം. മോക്കെന്നോട് വെറുപ്പല്ലേ? ഇല്ല മച്ചി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അതിന് കർത്താവിന്റെ മുമ്പിൽ ക്ഷമ ചോദിക്കുകയായിരുന്നു ഞാൻ. അമ്മച്ചി അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഇപ്പൊ എനിക്ക് തോന്നാ അമ്മച്ചിയുടെ സ്ഥാനത്ത് നിന്നോണ്ടും കൂടി ആലോചിക്കണമായിരുന്നു എന്ന്. അമ്മച്ചിക്ക് അതിന് വിഷമമൊന്നുമില്ല മോളെ. മോളോട് വലിയ തെറ്റായിപ്പോയി ഞാൻ ചെയ്തത്. നാണക്കേടായില്ലയോ ഞാൻ കാരണം? അതിനെന്നാ പ്രായച്ചിത്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു ദിവസം മുഴുവനും. ഒടുക്കം ഇങ്ങനെ ഒരു വഴിയാ അമ്മച്ചിക്ക് തോന്നിയത്. എന്താ അമ്മച്ചി? മോളോട് എൻ്റെ അമ്മച്ചി ശോശാമ്മയെപ്പറ്റി ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എൻ്റെ മിന്നുകെട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി കുറേ ആഭരണങ്ങൾ പൊതിഞ്ഞുകെട്ടി എനിക്ക് തന്നു. എന്നിട്ട് എന്നാ പറഞ്ഞാന്നോ? മോക്ക് ഇതൊക്കെ ഇട്ട് കൊതി തീരുമ്പോൾ നിന്റെ മോക്കും മരുമോക്കുമായിട്ട് വീതിച്ചു കൊടുക്കണമെന്ന്. എനിക്കിപ്പോൾ മോളും മരുമോളും ഒക്കെ ആയിട്ട് നീ മാത്രമല്ലേ ഉള്ളൂ. അമ്മച്ചി എനിക്ക് തന്നതും എൻ്റെ വക 4-5 മാല ഇതിനകത്തുണ്ട്. എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞത് തന്നെ എനിക്ക് മോളോടും പറയാനുള്ളത്. നിന്റെ മോക്കും മരുമോക്കും ഒരു കാലത്ത് നീ ഇതൊക്കെ കൊടുത്തേക്ക്. ചാകുമ്പോൾ ആരും പൊന്നും മണ്ണും കൊണ്ടുപോകത്തില്ല. എനിക്കിതൊന്നും വേണ്ട അമ്മച്ചി. ഞാൻ ആഭരണങ്ങൾ അണിഞ്ഞ് അമ്മച്ചി എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഇടാത്തതൊക്കെ അലമാരയിലിരിപ്പുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റുകയല്ല. അമ്മച്ചിയുടെ അവസാനത്തെ അമ്മച്ചിയുടെ ആശയാ. ഇതെന്റെ അപ്പനും അമ്മയും തന്ന സ്ത്രീധനാ. 50 ഏക്കറും 100 പറ നിലവും. അതൊന്നും ബോബൻ്റെ ഒപ്പം തൊട്ടിട്ടില്ല. സ്വന്തമായിട്ട് വെട്ടിപ്പിടിക്കാനായിരുന്നു അങ്ങേർക്കെന്നും മോഹം.
സിംഹത്തിന്റെ സ്വഭാവ ചാടി വീണ് കടിച്ചു കയറി കൊന്നു തിന്നുക, അല്ലാതെ ചത്തതിനെ കിട്ടിയാൽ തിന്നുകയല്ല. അതുകൊണ്ട് അമ്മച്ചിയുടെ ഈ സ്വത്തുക്കൾക്ക് വേറെ ആരും അവകാശം പറയുകയല്ല. ഇത് മോക്കുള്ളതാ. എന്റെ ഡാഡി തന്നത് തന്നെ നോക്കി നടത്താൻ എനിക്ക് പറ്റുന്നില്ല. അമ്മച്ചി ഇതൊക്കെ ബോബനെ ഏൽപ്പിക്കുന്നത് നല്ലത്. ഞാൻ എന്തായാലും വാങ്ങിക്കത്തില്ല. അതന്നെ, അമ്മച്ചിയോടുള്ള ദേഷ്യം തീർന്നില്ലേ? അയ്യോ, അതല്ല അമ്മച്ചി. ആവശ്യമില്ലാത്തത് ഞാൻ എന്തിനാ വാങ്ങി വെക്കുന്നേ? ബോബന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാ നല്ലത്. ഇല്ല, ഇത് നിനക്കുള്ളതാ. ഇവിടെ വെക്കുക ഞാൻ. മനസ്സ് മാറുമ്പോൾ നീ തന്നെ എടുക്കുക. ബോബൻ, അമ്മച്ചി ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. നീ എന്നതായി പറയുന്നേ? അമ്മച്ചി എവിടെ പോവാനാ? ഞാൻ ഇനി നോക്കാനൊരിടമില്ല. നീ എന്താ തരുന്ന സെലീന? അത് ഇവിടെ 2 പ്രമാണങ്ങളും ഒരു ആഭരണപ്പെട്ടി ഉണ്ടായിരുന്നല്ലോ. ബോബൻ എടുത്തോ? ഇല്ല. ഏത് പ്രമാണം? അത് ഇന്നലെ രാത്രി അമ്മച്ചി എനിക്കാണെന്നും പറഞ്ഞ് തന്നതാ. കുറെ ആഭരണങ്ങളും അമ്മച്ചിയുടെ സ്വന്തം പേരിലുള്ള സ്വത്തുവകകളുടെ പ്രമാണങ്ങളും. ഞാൻ വാങ്ങിക്കാതിരുന്നപ്പോ എല്ലാം ഇവിടെ വച്ചിട്ട് പോയി. പക്ഷേ രാവിലെ ഞാനിവിടെ ഒരു മെഴുകുതിരി കത്തിച്ചായിരുന്നല്ലോ, അപ്പോഴൊന്നും കണ്ടില്ല. മൈ ഗോഡ് ബോബൻ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അമ്മച്ചി വീടിനകത്ത് എവിടെയും കാണാനില്ല. എന്നുവെച്ചാ? ഇന്നലെ അമ്മച്ചിയുടെ ഭാവവും വർത്താനവും ഒക്കെ ഓർത്തു നോക്കുമ്പോ ഇല്ല, അമ്മച്ചി അങ്ങനൊന്നും ചെയ്യത്തില്ല. പ്രിയപ്പെട്ട എൻ്റെ ബോബനും സെലീനയ്ക്കും ഞാൻ പോവുക മക്കളെ. എൻ്റെ മക്കളെ എന്നെ അന്വേഷിച്ച് വിഷമിക്കരുത്. അമ്മച്ചി ഇനി ഒരിക്കലും തിരികെ വരത്തില്ല. എൻ്റെ മക്കൾക്ക് മാതാവ് നല്ലത് വരുത്തട്ടെ. ദേ, എന്റെ അമ്മച്ചി എവിടെ പോയി സെലീന? നീ എന്താ ഇന്നലെ അമ്മച്ചിയോട് പറഞ്ഞേ? നിന്റെ സംസാരം അതിരെ കിടക്കുന്നു 100 വട്ടം ഞാൻ പറഞ്ഞതാ. ശവത്തി കുത്തും പോലെ ഒരു ദയല്ലാതെ എന്തൊക്കെയാ നീ പറഞ്ഞേ? സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അമ്മച്ചിക്ക്. ബോബൻ, ഞാനത് എനിക്ക് കേൾക്കേണ്ടതിന്റെ ന്യായീകരണങ്ങളൊന്നും. അപ്പോഴേ അമ്മച്ചി പറഞ്ഞതാ ശിക്ഷ ഏറ്റു വാങ്ങിക്കൊള്ളാന്ന്. വല്ല കുളത്തിലോ കിണറ്റിലോ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവും എന്റെ അമ്മച്ചി. ഇങ്ങനെ വിളിച്ചു നിൽക്കാതെ സ്റ്റേഷനിൽ വിളിച്ച് പറ. ബോബൻ, പക്ഷെ ആ പ്രമാണങ്ങളും ആഭരണങ്ങളും എവിടെ പോയി? നിനക്കിപ്പോ അതാണ് പ്രശ്നം. അത് പ്രശ്നം തന്നെ ബോബൻ. ഇന്നലെ രാത്രി വളരെ സ്നേഹത്തോടെയാ അമ്മച്ചി അതെല്ലാം എനിക്ക് തന്നെ. ഇത്തിരി ദേഷ്യത്തിൽ ഞാൻ സംസാരിച്ചു പോയതിന്റെ ഒരു പിണക്കവും ആ മുഖത്തില്ലായിരുന്നു. എന്നിട്ടിപ്പോ ആ പ്രമാണങ്ങളും പൊന്നും കാണുന്നില്ലെങ്കിൽ അതിന് വേറെ ചില അർത്ഥങ്ങളുണ്ട്. ഫ്രണ്ട് ഡോർ ആരാ തുറന്നേ? ബോബനാണോ? ഞാൻ വന്ന് തുറക്കാൻ നോക്കിയപ്പോ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കരുതി നീ തുറന്നായിരിക്കുന്നു. ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. നീ എന്നതായി പറഞ്ഞു വരുന്നേ? ബോബൻ അപ്സെറ്റ് ആവണ്ട. അമ്മച്ചി ഇവിടുന്ന് തനിയെ ഇറങ്ങിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാ? ഊഹിക്കാനേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് പറ്റൂ. പ്രമാണങ്ങളും പൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരോ ഈ വീട്ടിൽ കയറിയിട്ടുണ്ട്. ഈ കത്ത് പോലും അയാൾ അമ്മച്ചിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എഴുതിച്ചതാണെങ്കിലോ? ഒരുപക്ഷെ അയാളുടെ കസ്റ്റഡിയിലായിരിക്കാം ആ പ്രമാണങ്ങളും പൊന്നും. പിന്നെ അമ്മച്ചി